blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹാരികൾ എന്നുള്ളത് വൈപ്പിനിൽ നിന്ന് സീന സുരേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ കർത്താവ് ഇന്ന്. നീ അവരെ അനുഗ്രഹിക്കണമേ. തൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മകൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. രണ്ടാമതായിട്ട് വരാപ്പുഴയിൽ നിന്ന് സന്ധ്യ യെസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഫെബ്രുവരി 5 കർത്താവ് വരുന്ന ദിവസം കർത്താവ് ഈ സഹോദരിയുടെ ബർത്ത്ഡേ ആണല്ലോ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാവ് സരോജത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ക്രോണിക്കായിട്ടുള്ള കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് പൂർണ്ണ വിടുതൽ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 2 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി ആസ്വദിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാസർഗോഡ് ഫെബ്രുവരി 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ, PWD ഓഫീസിന് എതിർവശം, പുലിക്കുന്ന്, കാസർഗോഡ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കണ്ണൂർ ഫെബ്രുവരി 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാധു കല്യാണ മണ്ഡപം, താണ, കണ്ണൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ, ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ, തിന്മകൾ നീക്കുവാൻ വെൺമഹിമ വെടിഞ്ഞോ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴിയിൽ മുങ്ങി ഞാൻ ഇന്ന് മണ്ണിൽ, സ്നേഹത്തിനാഴിയിൽ
John chapter 14 and verse number 19. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ If you പോവുകയാണ്. have your Bibles, just open. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ഇത് തുറന്നാലും. A little while longer and the world will see me no more. But you will see me because I live. You will live also. യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അല്പകാലത്തിന് ശേഷം ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Say hallelujah. ഹല്ലേലൂയ പറഞ്ഞാലും. I want to highlight the last portion of the verse. Because I live, you will live also. ഇതിൻ്റെ അവസാന ഭാഗം ഞാനൊന്ന് ഒന്നുകൂടെ എടുത്ത് കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Many years back, there was a young man and he wanted to commit suicide. ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി Because തീരുമാനിച്ചു. his total life was a total failure. കാരണം അവന്റെ ജീവിതം പൂർണ്ണമായ ഒരു പരാജയമായിരുന്നു. He wanted to commit suicide. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. He took in a lot of pills. അവൻ അതിനുവേണ്ടി ഒത്തിരി ഗുളികകൾ He എടുത്തു. started vomiting and collapsed in the toilet. അവൻ അത് ഛർദ്ദിച്ച് അവന്റെ ടോയ്ലറ്റിൽ അവശനായിരുന്നു. He collapsed there. അവിടെ അവൻ അവശനായി വീണു. The servant of the house saw the scene and they took him to the hospital. ആ വീട്ടിലെ വേലക്കാരൻ അവനെ എടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. And there he was fighting for his life in the hospital. അവിടെ ആ യുവാവിന്റെ ജീവന് വേണ്ടി ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടർമാർ അതിനുവേണ്ടി പരിശ്രമിച്ചു The കൊണ്ടിരിക്കുകയാണ്. whole body was dehydrated. അവന്റെ ശരീരം മുഴുവൻ അതിനകത്ത് വെള്ളം മുഴുവൻ പോയി He was നിർജ്ജലീകരണത്തിലായി. dying. അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. And that time somebody came into the room. ആ സമയത്ത് ആരോ ആ റൂമിലേക്ക് കടന്നു വന്നു. And he came with a New Testament. അവൻ ഒരു പുതിയ നിയമത്തിന്റെ പ്രതിയുമായിട്ടാണ് വന്നത്. And the man gifted the Bible to this young man, dying young man. ആ പുതിയ നിയമത്തിന്റെ ഭാഗം ആ പ്രതി ആ മരിച്ചുകൊണ്ടിരിക്കുന്ന യുവാവിന് ആ കടന്നു വന്ന വ്യക്തി കൊടുക്കുവാനിടയായി തീർന്നു. But the young man could not even open the Bible. He was so exhausted. ആ യുവാവിന് അത് ആ പുതിയ നിയമത്തിന്റെ ഭാഗം എടുത്ത് തുറക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രയധികം അദ്ദേഹം ക്ഷീണിതനായിരുന്നു. And because the young man pleaded, his mother started reading out the New Testament to him. അദ്ദേഹത്തിന്റെ അമ്മ ആ വേദഭാഗങ്ങൾ അവന് വായിച്ചു കൊടുക്കുവാൻ ഇടയായി And the തീർന്നു. mother started reading from John chapter 14. ആ അമ്മ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതലാണ് ആ മകനെ വായിച്ചു കേൾപ്പിച്ചത്. Where we are today. അതാണ് നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. And when the mother reached verse number 19. ആ അമ്മ ഈ 14-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യത്തിന്റെ അവിടെ എത്തിച്ചേർന്നപ്പോൾ And the last portion of that verse. ഈ ഭാഗത്തിന്റെ അവസാനത്തെ ആ ഭാഗം അവർ വായിച്ചപ്പോൾ Dying young man heard Jesus saying, because I live, you will live also. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന യുവാവ് യേശു പറയുന്നത് കേട്ടു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. Suddenly there was a hope coming into his spirit. പെട്ടെന്ന് അവന്റെ ആത്മാവിലേക്ക് ഒരു പ്രത്യാശ ഉദിച്ചു വരുവാനിടയായി തീർന്നു. Because Jesus lives, I can also live. യേശു ജീവിക്കുന്നത് നിമിത്തം എനിക്കും ജീവിക്കുവാൻ കഴിയുന്നതാണ്. Somebody say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? Today in this blessing festival, the Holy Spirit is speaking the same words to every brother, sister sitting here. ഇവിടെ ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ പരിശുദ്ധാത്മാവ് അതേ വാക്യം തന്നെ പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും. Hallelujah. ഹല്ലേലൂയ. Today that young man is a world famous man of God. ഇന്ന് ആ യുവാവ് ലോക പ്രശസ്തനായ ഒരു ദൈവത്തിന്റെ ദാസനാണ്. He travels all over the world. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. Through his ministry, many people are living. ഇന്ന് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നിമിത്തം അനേക ആളുകൾ ജീവിക്കുകയാണ്. Anybody sitting here, anybody watching us, listening to this message, if you think that you have come to the closing time, the end time of your life, that the end of your life, I have a great news for you. If you are going to finish it, God wants to restart it.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളിന്ന് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഇതാ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ദൈവം നിങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. When you want to shut down a computer, different things will come up, and one will be a restart button. നിങ്ങൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുവാൻ, അത് ഓഫാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അത് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യണം. അതിനുശേഷം അവിടെ അതിൻ്റെ സൈഡിൽ അതൊരു റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. You can decide if you want to close everything down or you can restart it. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ജീവിതം മുഴുവൻ അത് അവസാനിപ്പിക്കണമോ അതോ നിങ്ങളുടെ ജീവിതം വീണ്ടും അത് പുതിയതായി തുടങ്ങണമോ. Hallelujah. ഹല്ലേലൂയ. Jesus is the restart button. യേശു കർത്താവാണ് ആ റീസ്റ്റാർട്ട് ബട്ടൺ ആയിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Today in this blessing festival, Jesus wants to press that restart button. നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ആ റീസ്റ്റാർട്ട്, വീണ്ടും തുടക്കുന്ന ആ ബട്ടൺ ഞെക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. When Jesus comes, he comes to give you a new beginning in your life. യേശു കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പുതിയ തുടക്കം നൽകാൻ പോവുകയാണ്. A new beginning in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം യേശു നൽകാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. That's why Jesus is coming. അതിനു വേണ്ടിയാണ് യേശു കർത്താവ് വന്നുകൊണ്ടിരിക്കുന്നത്. We'll read that verse once again. ഒരിക്കൽ കൂടെ നമ്മൾ ആ വേദഭാഗം വായിക്കാൻ പോവുകയാണ്. Verse number 19, a little while longer and the world will see me no more, but you will see me because I live. You will live also. അല്പകാലത്തിന് ശേഷം ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. Jesus was talking about his death and resurrection. യേശു കർത്താവ് തന്റെ മരണത്തെയും തന്റെ ഉയർപ്പിനെയും പറ്റിയാണ് സംസാരിക്കുന്നത്. Jesus came to this world with a purpose. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഒരു പ്രത്യേക ഉദ്ദേശവുമായിട്ടാണ് വന്നത്. Jesus didn't come to this world to live forever in this planet Earth. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ എന്നും എന്നേക്കും വസിക്കുന്നതിന് വേണ്ടിയല്ല യേശു കർത്താവ് വന്നു വന്നത്. He had a mission undertaken, given by the Father. അദ്ദേഹം സ്വർഗത്തിലെ പിതാവിൽ നിന്ന് പ്രാപിച്ച ഒരു ദർശനവുമായിട്ടാണ്, ദൗത്യവുമായിട്ടാണ് അദ്ദേഹം വന്നത്. Hallelujah. ഹല്ലേലൂയ. He came to die for us so that we will live. അദ്ദേഹം വന്നത് നമുക്ക് വേണ്ടി മരിക്കുന്നതിന് വേണ്ടിയും അത് നിമിത്തമായി നമ്മൾ ജീവിക്കുന്നതിനും വേണ്ടിയാണ് യേശു കർത്താവ് വന്നത്. So Jesus says, a little while longer, the world cannot see me. യേശു കർത്താവ് പറയാണ്, അല്പകാലത്തിന് ശേഷം ലോകത്തിന് എന്നെ കാണുവാൻ കഴിയുകയില്ല, But you will see me. എന്നാൽ നിങ്ങൾ എന്നെ കാണാൻ You പോവുകയാണ്. will see me. നിങ്ങൾ എന്നെ കാണാൻ പോവുകയാണ്. The world will not see me anymore, but you will see me. ഈ ലോകം എന്നെ ഇനി മേലാൽ കാണുകയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണാൻ പോവുകയാണ്. According to Jesus, there is no orphan in this world. യേശു കർത്താവിൻ്റെ കണക്ക് നിമിത്തം ഈ ലോകത്ത് ഒരു അനാഥരുമില്ല. If anybody says, I don't have anyone, I'm alone, I'm an orphan, Jesus says, I am with you. ആരെങ്കിലും പറയുകയാണ് ഞാൻ അനാഥനാണ്, എന്നെ നോക്കുവാൻ ആരുമില്ല എന്ന് പറയുകയാണെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. That means that orphan becomes not an orphan. അതിന്റെ അർത്ഥം ഇതാണ്, ആ അനാഥനല്ലാതെ മാറുകയാണ്. Hallelujah. ഹല്ലേലൂയ. Because Jesus will be by his side. കാരണം യേശു കർത്താവ് അവന്റെ ചാരെ വരികയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം നാം തുടങ്ങുമ്പോൾ അത് വളരെ ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന്, പൂജ്യത്തിൽ നിന്ന്, ഒരുപക്ഷെ നെഗറ്റീവിൽ നിന്ന് എന്ന് പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു നമ്മൾ അന്ന് തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം എത്രയോ സാമ്പത്തിക സഹകാരികൾ, നമ്മുടെ മിഷൻ പാർട്ട്നേഴ്സ് ഒരുമിച്ച് ചേർന്ന് വന്നപ്പോഴാണ് ഇതൊരു വിജയമായി തീർന്നത്. എന്നാൽ ഇതൊന്നും ഒരു വലിയ വിജയമാണ് എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ സാധ്യമല്ല. ഇനിയും ജനലക്ഷങ്ങളിലേക്ക് ഈ പ്രോഗ്രാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള മിഷൻ പങ്കാളികളെ ആവശ്യമായിട്ടുണ്ട്. ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പല തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, പല വിധത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് 0484422133 എന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. എങ്ങനെ
ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് പങ്കുകാരായി തീർന്ന് പങ്കാളികളായി തീർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ്. ഈ വരുന്ന വർഷങ്ങളിൽ ദൈവം നമ്മളെ ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Verse number 15. 15-ാമത്തെ വാക്യം If you വായിക്കുകയാണ്. love me, keep my commandments. 16. And I will pray the Father, and he will give you another helper, that he may abide with you forever. 15-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. The Spirit of truth, whom the world cannot receive, because it neither sees him nor knows him, but you know him, for he dwells with you and will be in you. ലോകത്തിന് ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല, കാരണം ലോകം അവിടുത്തെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ സത്യാത്മാവിനെ അറിയുന്നു, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളോട് കൂടെ ജീവിക്കുന്നു, ഇനിയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. And this is the way Jesus says, I will not leave you orphans, I will come to you. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കലും വിടുകയില്ല. Hallelujah. ഹല്ലേലൂയ. Jesus is sending his Holy Spirit to us. യേശു കർത്താവ് തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. When you stepped into this hall, maybe you came alone. നിങ്ങൾ ഈ ഹോളിലേക്ക് വന്നപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തനിയെ ആയിരിക്കാം വന്നത്. Maybe your friends or family members are with you. നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടിലെ അംഗങ്ങളോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം. But you are a single person. പക്ഷെ നിങ്ങൾ ഒരു ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിയാണ്. But when you step out of this hall, എന്നാൽ നിങ്ങൾ ഈ ഹോളിന് വെളിയിലേക്ക് പോകുമ്പോൾ you will never go as a single person. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങൾ ഇതിന് വെളിയിലേക്ക് പോകുന്നത്. Jesus will come along. യേശു കർത്താവ് നിന്റെ കൂടെ വരാൻ പോവുകയാണ്. The Holy Spirit will come along. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ വരാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. When you step into your house, Jesus also will come along. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ യേശു കർത്താവ് നിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. From today, as an inseparable companion, Jesus is going to live with you forever. ഇന്നു മുതൽ ആർക്കും പിരിച്ചു വിടാനാകാത്ത കൂട്ടാളിയായി യേശു കർത്താവ് നിന്നോട് കൂടെ എന്നും എന്നേക്കും വസിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. Are you ready to start an affair with Jesus today? യേശുവുമായി അതുപോലെ ഒരു പ്രാണബന്ധം, ആത്മബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾ എത്ര പേർ ഇന്ന് തയ്യാറാണ്? Hallelujah. ഹല്ലേലൂയ. If you really see Jesus, you will fall in love with him. നിങ്ങൾ യേശുവിനെ ശരിക്കും കണ്ടാൽ അവനുമായി നിങ്ങൾ സ്നേഹത്തിലേക്ക് വീഴുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. No one can snatch you out of that love relationship. ആ യേശുവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു മാറ്റുവാൻ കഴിയുന്നതല്ല. Many people may walk out of your life. ഒത്തിരി ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയി എന്ന് വരാം. Classmates, college mates, comrades, many people may walk out of your life, but Jesus will never walk out. നിങ്ങളുടെ കൂടെയുള്ള നിന്റെ ക്ലാസ്മേറ്റോ, സ്കൂളിൽ പഠിച്ചവരോ, കോളേജിൽ പഠിച്ചവരോ, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളെ വിട്ടു പോയെന്നിരിക്കാം, പക്ഷേ യേശു കർത്താവ് നിങ്ങളെ വിട്ടു പോവുകയില്ല. In low moments or high moments, in any moment, happy moments or sad moments, Jesus will stick to you. നിങ്ങളുടെ ജീവിതത്തിൽ താണ സമയങ്ങൾ വരുമ്പോൾ, ഉയർന്ന സമയങ്ങൾ വരുമ്പോൾ, സന്തോഷം കുറഞ്ഞ സമയങ്ങൾ വരുമ്പോഴും സന്തോഷമുള്ള സമയങ്ങൾ വരുമ്പോൾ യേശു കർത്താവ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. One thing is sure, without Jesus, you cannot do anything. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. That's what we read in John chapter 15 verse number 5. അതാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. Without me you cannot do anything. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Without me you cannot get to heaven. എന്നെ കൂടാതെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. Without me you cannot get to my Father. എന്നെ കൂടാതെ പിതാവിന്റെ അടുക്കൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുകയില്ല. Without me you have no peace. എന്നെ കൂടാതെ നിങ്ങൾക്ക് സമാധാനമില്ല. Without me there is no salvation for you. എന്നെ കൂടാതെ നിങ്ങൾക്ക് രക്ഷയില്ല. Hallelujah. Hallelujah. Without me there is no healing for you. എന്നെ കൂടാതെ നിങ്ങൾക്ക് രോഗസൗഖ്യമില്ല. Without me there is no rest for you. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരു ആശ്വാസവുമില്ല. Without me there is life for you, because I am the life. എന്നെ കൂടാതെ നിങ്ങൾക്ക് ജീവിതമില്ല, കാരണം ഞാനാകുന്നു ജീവിതം. Without me you'll be fumbling in darkness, because I am the light. എന്നെ കൂടാതെ നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടയുകയായിരിക്കും, കാരണം ഞാൻ വെളിച്ചമാകുന്നു.
Without Jesus, you will win nothing in your life. യേശുവിനെ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്നും നേടുവാൻ കഴിയുകയില്ല. Brother Damien, ministering in USA. Renew, Saturday, February 18th, 6:30 p.m. Rock of the Nations Church, 13216 Fairford Avenue, Norwalk, California 90650. Call +1 562 361 7635. നമുക്കറിയാം കഴിഞ്ഞ 2015 ഇവിടെ ഒരു വലിയൊരു ജലപ്രളയം വന്നതായിട്ട് നമുക്കറിയാം. അതിൽ ഏകദേശം പ്രസിദ്ധമായ ചെന്നൈ ജലപ്രളയം. അതെ, അത് ഏകദേശം 500 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ ഭവനങ്ങൾ നഷ്ടമായി എന്നാണ് കണക്കുകളെല്ലാം പറയുന്നത്. ആ ജലപ്രളയം നടക്കുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ പറയുന്നത്, ഇവരും അതിൽ ഉൾപ്പെടേണ്ടതായിരുന്നു. ഏകദേശം നവംബർ മാസത്തിലാണ് അത് സംഭവിച്ചത്. അതിന് മുന്നമേ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു ആവശ്യമുണ്ടായത് കൊണ്ട് ഇവർ തിരികെ നാട്ടിലേക്ക് പോകാനിടയായി. സഹോദരി ഇങ്ങനെ പറഞ്ഞേ, ആ പ്രശ്നം നടക്കുമ്പോൾ, ആ ജലപ്രളയം നടക്കുമ്പോൾ ദൈവം തങ്ങളെ അവിടെ നിന്ന് എടുത്തു മാറ്റി ഇവർ അത്ഭുതകരമായി നാട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് സംഭവം നടന്നത്. അതെ, അതിനുശേഷമാണ് സംഭവം നടന്നത്. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ വളരെയധികം ഭാരപ്പെട്ട് നാട്ടിലായിരിക്കുമ്പോൾ ഒത്തിരി ആളുകളെല്ലാം വിളിച്ചു പറഞ്ഞു, ഇവരുടെയൊക്കെ ഭക്ഷണമില്ല, ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമെല്ലാം പൊന്തിയത് മൂലം ഭക്ഷണമില്ല, വീടുകളിലെല്ലാം വെള്ളം പൊങ്ങുവാനിടയായി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ഫോണെടുത്ത സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, കാറ്റിനെയും കടലിനെയും എല്ലാം ശാന്തമാക്കിയ ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കെ തിരികെ ഇവർ ഡിസംബറിൽ തിരികെ ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിലേക്ക് വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഭവനത്തിനോ വസ്തുവകൾക്കോ ഒന്നും സംഭവിച്ചില്ല. കർത്താവ് അത്ഭുതകരമായി ഇവരെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. കൈകളടിച്ച യേശുവിന് നന്ദി പറയാം. What is next? രണ്ടാമത്തെ കാര്യം ഈ സഹോദരിയുടെ വിവാഹത്തിന്റെ തുടർന്നിട്ടുള്ള കാര്യമാണ്. ഈ സഹോദരിക്ക് ഒത്തിരി വിവാഹാലോചനകൾ വന്നെങ്കിലും എല്ലാം ഒന്നും ശരിയായി വന്നില്ല. ഈ സഹോദരിയുടെ അച്ഛൻ ചെയ്തത് കാര്യം, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നപ്പോൾ താനൊരു ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം വിശ്വാസത്തോടെ താൻ ചെയ്തു. എത്ര നാൾ എന്നായിരുന്നു ഈ സംഭവം? ഇതിന് മുന്നത്തെ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ലാസ്റ്റ് ഇയർ 2015 അച്ഛൻ വന്ന് ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. അതെ, അതിനുശേഷം ആ സഹോദരി പറഞ്ഞ അത്ഭുതകരമായി തൻ്റെ വിവാഹം നടന്നു. ഇപ്പോൾ ഏകദേശം 5 മാസം കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം തനിക്ക് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഞാൻ പറയാം, ഈ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ നടന്നതായി ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് വാസ്തവത്തിലൂടെ നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഒരു ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ യേശുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, ഐ പാർട്ട്ണർ വിത്ത് യു, നിന്റെ ശുശ്രൂഷയിൽ ഞാൻ പങ്കാളിയാണ്. സാധാരണ പാർട്ട്നേഴ്സ് ആയാൽ, ഒരു കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ലാഭത്തിൻ്റെ വിഹിതം കിട്ടും, ഡിവിഡൻഡ് കിട്ടും. ശരിയാണോ? ലാഭത്തിൻ്റെ ഓഹരി കിട്ടും. ഇതുപോലെ യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാവർക്കും ഒരു ഡിവിഡൻഡ് കിട്ടണ്ടേ? അങ്ങനെയാണ് ജനം അനുഗ്രഹിക്കപ്പെടുന്നത്. എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ കുടുംബത്തിൽ അങ്ങ് ചെയ്ത 2 വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവേ, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് പ്രാർത്ഥനയുടെ സമയം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്ക്, ദാസിമാരുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്ക് പ്രത്യാശയോടെ നോക്കുന്നത് പോലെ
കർത്താവെ, ഞങ്ങളുടെ മുഖവും ഞങ്ങളുടെ കണ്ണുകളും ഞങ്ങൾ അങ്ങയിലേക്ക് ഉയർത്തുന്നു കർത്താവെ. രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അവരെ വിടുവിക്കണം. എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും ഈ സമയത്ത് സൗഖ്യമാകട്ടെ കർത്താവെ. അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ളത് കർത്താവെ, അത് അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഒടുവിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുഴകൾ പോലെ ചിലത് ഉണ്ടായി വരുന്നത് ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. രക്തത്തിനകത്തുള്ള ചില ഘടകങ്ങളിൽ ചില കുറവുകളുള്ളത് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് വിടുവിച്ചതിനായി നന്ദി. ഏത് വിധത്തിലുള്ള രോഗികളാണെങ്കിലും ഇപ്പോൾ വിശ്വാസത്തോടെ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ ഏത് രോഗമാണെങ്കിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കർത്താവെ, ഇപ്പോൾ ഇവർ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ദയവായി എനിക്ക് ശേഷം ഏറ്റുചൊല്ലിയാലും. യേശുവേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശു എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. യേശുവിനായി ജീവിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ആമേൻ. ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റു പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ പൈതലായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻറ്ററിലോ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലോ വന്ന് പങ്കെടുക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കാസർഗോഡാണ്. ആ ഭാഗത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന കണ്ണൂരിലാണ്. വരാനായിട്ട് മടിക്കരുത്. നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ എന്താണോ ദയവായി വന്ന് അവിടെ വന്ന് പങ്കുവെക്കുക. അത് കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ദയവായി കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.